വാല്യൂ ആഡഡ് ഫിഷറി പ്രോഡക്ട്സിനെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ യൂണിറ്റിൽ പഠിച്ചത്. നമ്മൾ അടുത്തൊരു യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ഫിഷറി ബൈ പ്രോഡക്ട്സ് എന്നുള്ള ഒരു യൂണിറ്റിലേക്ക് കടക്കുകയാണ്. ബൈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് ഇറ്റ്സ് ഉപോൽപ്പന്നങ്ങൾ. അതായത് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പുറന്തള്ളപ്പെടുന്ന വേസ്റ്റുകളിൽ നിന്നും മറ്റ് ഉപയോഗശൂന്യമായ ചില മത്സ്യങ്ങളിൽ നിന്നും സീ ഫുഡിൽ നിന്നും നമ്മൾ എന്തു ചെയ്യുന്നു, ഉണ്ടാക്കുന്ന കുറച്ച് ഉപോൽപ്പന്നങ്ങൾ ബൈ പ്രോഡക്ട്സുകളാണ് നമ്മൾ ഇപ്പോൾ പഠിക്കാനുള്ളത്. പ്രധാനമായും നമ്മൾ ബൈ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കുന്നത് രണ്ട് സോഴ്സസ് ആണ്. ബൈ പ്രോഡക്ട്സിൻ്റെ നിർമ്മാണത്തിന് രണ്ട് സോഴ്സസ് ആണ് നമുക്ക് സാധാരണ ഉള്ളത്. ഒന്ന് ഫിഷ് ഓഫൽ, രണ്ട് ട്രാഷ് ഫിഷ്. ഈ രണ്ട് സോഴ്സിൽ നിന്നാണ് നമുക്ക് മത്സ്യത്തിൻ്റെ ഈ ഫിഷറി ബൈ പ്രോഡക്ട്സുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. ഏതൊക്കെയാണ്? ഫിഷ് ഓഫൽ ആൻഡ് ട്രാഷ് ഫിഷസ്. ഇപ്പോൾ ഫിഷ് ഓഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓരോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഫിഷ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ ഒരുപാട് വേസ്റ്റുകളാണ് വരുന്നത്, മത്സ്യത്തിൻ്റെ വേസ്റ്റുകൾ. അതായത് ഇപ്പോൾ ഒരു മത്സ്യം ഡ്രസ്സ് ചെയ്യും, ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മത്സ്യം ഡ്രസ്സ് ചെയ്യുന്ന സമയത്ത് എവിസറേഷൻ ചെയ്യുന്നു, ബിഹഡിങ് ചെയ്യുന്നു, ഫിൻസ് റിമൂവ് ചെയ്യുന്നു, സ്കെയിൽസ് റിമൂവ് ചെയ്യുന്നു. അങ്ങനെ മത്സ്യത്തിൻ്റെ പല ഭാഗങ്ങൾ എന്താണ്, ടെയിൽസ് ഉണ്ടാവും, കോഡൽ ഫിൻസ് ഉണ്ടാവും. ഇവയെല്ലാം എന്താണ് വേസ്റ്റായിട്ട് നമ്മൾ പുറന്തള്ളുകയാണ് ചെയ്യുന്നത്. ഈ വേസ്റ്റിൽ നിന്ന്, ഈ ഓഫലിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിലെ പ്രോൺ പീൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഷെൽ വേസ്റ്റുകൾ, ആ ഷെൽ വേസ്റ്റിൽ നിന്നും നമുക്ക്, ഇതെല്ലാം ഫിഷ് ഓഫൽ എന്നുള്ള കാറ്റഗറി വേസ്റ്റുകളെല്ലാം. ഇതിൽ നിന്ന് നമുക്ക് പലതരത്തിലുള്ള മനുഷ്യന് ഉപകാരപ്രദമായിട്ടുള്ള പല ഉൽപ്പന്നങ്ങൾ, അതായത് പ്രധാനമായും ഉപോൽപ്പന്നങ്ങൾ എന്നാണ് പറയുന്നത്, ഉപോൽപ്പന്നങ്ങൾ ഉണ്ടാക്കി എടുക്കാൻ നമുക്ക് സാധിക്കുന്നു. പിന്നെ ട്രാഷ് ഫിഷസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അധികം ഉപയോഗിക്കാത്ത മത്സ്യങ്ങൾ, നമ്മൾ ബൈ ക്യാച്ചായിട്ട് കിട്ടുന്ന മത്സ്യങ്ങൾ, അധികം ഉപയോഗിക്കാത്ത പല മത്സ്യങ്ങളുണ്ട്, അത്ര ഭക്ഷ്യയോഗ്യമല്ലാത്ത മത്സ്യങ്ങളുണ്ട്. അവയിൽ നിന്നെല്ലാം നമുക്ക് പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നമുക്കറിയാം, ഈ മത്സ്യത്തിൽ ഏകദേശം നമ്മൾ ഓൺ ആവറേജ് 15 മുതൽ 20% വരെ പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. 15 മുതൽ 20% വരെ പ്രോട്ടീൻ ഉണ്ട്. ചില മത്സ്യങ്ങളിൽ ധാരാളം ഫാറ്റ്സ് ഉണ്ട്. ചില മത്സ്യങ്ങളിൽ, ഉദാഹരണത്തിന് നമ്മുടെ ഷാർക്ക്, കോഡ് തുടങ്ങിയ മത്സ്യങ്ങളുടെ ലിവറിൽ ധാരാളം ലിവർ ഓയിൽസ് ഉണ്ട്. ഈ ലിവർ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വൈറ്റമിൻ എയും ടിയും ഉണ്ട്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കലായിട്ട് വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള, ഭയങ്കര മെഡിസിനൽ പർപ്പസ് ഉള്ള ഒന്നാണ് ഇതിൻ്റെ ഷാർക്കിൻ്റെ ലിവർ ഓയിൽ എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരു ഉപോൽപ്പന്നത്തിൻ്റെ കാറ്റഗറിയിൽ വരുന്നു. അപ്പം ഫിഷറി ബൈ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മത്സ്യത്തിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ഉപോൽപ്പന്നങ്ങളാണ്. ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് പുറന്തള്ളപ്പെടുന്ന അല്ലെങ്കിൽ മാറ്റിവെക്കപ്പെടുന്ന വേസ്റ്റുകൾ, കളയുന്ന വേസ്റ്റുകളിൽ നിന്ന് നമ്മൾ പലതരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന, മനുഷ്യന് യൂസ്ഫുൾ ആയിട്ടുള്ള പല ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഫിഷറി ബൈ പ്രോഡക്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായും രണ്ട് സോഴ്സസ് ആണ് ഈ ബൈ പ്രോഡക്ട്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. രണ്ട് സോഴ്സസ് ആണ് ഉള്ളത്. ഇതാണ്, ഒന്ന് ഫിഷ് ഓഫൽ, മറ്റൊരു ട്രാഷ് ഫിഷ് എന്ന് പറയുന്നത്. ഫിഷ് ഓഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ പുറന്തള്ളപ്പെടുന്ന വേസ്റ്റുകളാണ്. ട്രാഷ് ഫിഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യയോഗ്യമല്ലാത്ത, അത്ര മനുഷ്യന് സ്വീകാര്യമല്ലാത്ത പല മത്സ്യങ്ങളുണ്ട്. അവയെല്ലാമാണ് ട്രാഷ് ഫിഷ് എന്നുള്ള കാറ്റഗറിയിൽ വരുന്നത്. ഇവ രണ്ടിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഈ ഉപോൽപ്പന്നത്തിന് ഇമ്പോർട്ടൻസ് വരുന്നത്? മത്സ്യത്തിൻ്റെ ബോഡി കണ്ടെയ്ൻസ് നല്ല നല്ല പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് മത്സ്യത്തിൻ്റെ ഫ്ലഷിൽ. അതായത് 15 to 20% പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. ചില മത്സ്യങ്ങളിൽ ധാരാളം ഫാറ്റ് അടങ്ങിയിട്ടുണ്ട്, മിനറൽസ് ഉണ്ട്. ചില മത്സ്യങ്ങളായിട്ട് ഷാർക്ക്, കോഡ് എന്നിവയുടെ ലിവറിൽ നിന്ന് നമ്മൾ ലിവർ ഓയിൽ എക്സ്ട്രാക്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവിടെ വൈറ്റമിൻ എയും ഡിയും ഒക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ഈ ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ, ഫാറ്റ്, മിനറൽ, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ഉള്ളത് കൊണ്ട് നമുക്ക് ഇതിനകത്ത് നിന്ന് പല ഉപോൽപ്പന്നങ്ങളും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. അതിന് അത്രയും ഇമ്പോർട്ടൻസും ഉണ്ട്. ഇപ്പം ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ട്രഡീഷണലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പല ബൈ പ്രോഡക്റ്റുകളാണ്, ഫിഷറി ബൈ പ്രോഡക്റ്റുകളാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കൈറ്റിൻ, നിങ്ങളെ ഫെബ്രിലൈസ് ചെയ്യുമ്പോഴേ കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ. കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു
ഫിഷ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയിൽ എസ്പെഷ്യലി ഷ്രിംപ്സിൽ നിന്ന് ഷ്രിംപ്സിൻ്റെ ഷെൽ വേസ്റ്റ് നമ്മൾ പീൽ ചെയ്ത് കളയുന്നതിൻ്റെ ഷെല്ലിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഉൽപ്പന്നങ്ങളാണ് കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ എന്ന് പറയുന്നത്. ഷ്രിംപ് എക്സ്ട്രാക്ട് അതുപോലെ തന്നെ ഷ്രിംപിൻ്റെ ഷെൽ വേസ്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോട്ടീൻ എക്സ്ട്രാക്റ്റാണ് ഈ ഷ്രിംപ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഫിഷ് മെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പൗൾട്രി ഫീഡിലും പിന്നെ കാറ്റിൽ ഫീഡിലുമൊക്കെ ഉപയോഗിക്കുന്ന ഫിഷ് മീൽ പ്രധാനമായിട്ടും നല്ലൊരു പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു പൗഡേർഡ് ഫോമാണത്. ഇത് നമ്മൾ സാധാരണ ഫിഷ് ഓഫിൽ നിന്നും ട്രാഷ് ഫിഷിൽ നിന്നുമൊക്കെ പൗഡേർഡ് ഫോം, ഇതൊക്കെ പൗഡേർഡ് ആൻഡ് ഡ്രൈ ചെയ്ത് നമ്മൾ പൗഡേർഡ് ഫോമിലാക്കി എടുക്കുന്നതാണ്. ഫിഷ് ബോഡി ഓയിൽ നേരത്തെ ഞാൻ പറഞ്ഞു, ചില മത്സ്യങ്ങൾ കണ്ടെയ്ൻ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫാറ്റുള്ള ചില മത്സ്യങ്ങളുണ്ട്. ആ മത്സ്യങ്ങളുടെ ബോഡിയിൽ നിന്ന് നമ്മൾ എന്താണ് ബോഡി ഓയിൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന ഫിഷ് ബോഡി ഓയിൽ. പേൾ എസൻസ്, ഇത് മത്സ്യത്തിൻ്റെ പിന്നെ സ്കെയിൽസിൽ നിന്ന് നമ്മൾ എടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത്. പേൾ എസൻസ്. ഫിഷ് സൈലേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറ്റിൽ ഫീഡിലൊക്കെ ഉപയോഗിക്കുന്ന വേറൊരു ഉൽപ്പന്നമാണ്, ലിക്വിഡ് ആയിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഫിഷ് സൈലേജ് എന്ന് പറയുന്നത്. ഐസിങ് ഗ്ലാസ് ഒരു ഫിഷ് മോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മത്സ്യങ്ങളുടെ എയർ ബ്ലാഡറിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഇത്. അപ്പം ഈ ബൈ പ്രോഡക്ട്സുകളുടെ നിർമ്മാണം പല രീതിയിലും എന്താണ് പ്രാധാന്യം അർഹിക്കുന്നു. പല മെഡിസിനൽ പർപ്പസുള്ള എസ്പെഷ്യലി ഈ കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ എന്നൊക്കെ പറയുന്ന കോസ്മെറ്റിക് പിന്നെ ഐറ്റംസിലും പിന്നെന്താണ് മെഡിസിനൽ പർപ്പസിനുമൊക്കെ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ ലിവർ ഓയിൽ എന്ന് പറയുന്നത് എന്താണ് ഹ്യൂജ് സോഴ്സ് ഓഫ് വൈറ്റമിൻ എ ആൻഡ് ടി. അപ്പം ഈ ബൈ പ്രോഡക്ട്സുകളും പ്രോഡക്റ്റിനോടൊപ്പം തന്നെ വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി തന്നെ എന്താണ് ഇതിന് വേണ്ടിയിട്ട് ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡസ്ട്രി തന്നെയാണ് എന്താണ് ഈ ഉപോൽപ്പന്ന നിർമ്മാണം എന്ന് പറയുന്നത്. ഫിഷറി ബൈ പ്രോഡക്ട്സ് നമ്മൾ കുറേ ബൈ പ്രോഡക്ട്സുകൾ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിൽ നമുക്ക് ആദ്യമായിട്ട് നമുക്ക് കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ എന്താണെന്ന് നോക്കാം. ഈ കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് എന്താണ് ഷ്രിംപിൻ്റെ ഷെൽ വേസ്റ്റിൽ നിന്നാണ്. ഷെൽ വേസ്റ്റ് ഷ്രിംപിൻ്റെ മാത്രമല്ല ക്രാബ്സ് മറ്റ് ക്രസ്റ്റേഷ്യൻസിൻ്റെയൊക്കെ എക്സോസ്കെലിറ്റൻ ക്രസ്റ്റേഷ്യൻസിൻ്റെയൊക്കെ എക്സോസ്കെലിറ്റനിൽ നിന്നാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ നമ്മുടെ ഇന്ത്യയിൽ കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ നിർമ്മിക്കുന്നതിൻ്റെ ഏറ്റവും സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ ലാർജസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിംപ് ഷെൽ വേസ്റ്റ്, ഷ്രിംപിൻ്റെ ഷെൽ വേസ്റ്റ് എന്നാണ് നമ്മുടെ ഇന്ത്യയിലെ കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ ഷ്രിംപ് ഷെൽ വേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കൈറ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. കൈറ്റിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വൈറ്റ് ഹാർഡ് ഇൻഇലാസ്റ്റിക് നൈട്രോജീനസ് പോളിസാക്കറൈഡ്സ് ആണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ സെക്കൻഡ് അബണ്ടന്റ് ബയോപോളിമർ ഇൻ നമ്മുടെ ഭൂമിയിലുള്ള നമ്മുടെ നേച്ചറിലുള്ള പിന്നെ ബയോപോളിമർ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള സെല്ലുലോസ് നമുക്ക് എല്ലാവർക്കും അറിയാം ബയോപോളിമർ. അപ്പോൾ ഇതിന് സെക്കൻഡ് അബണ്ടന്റ് ബയോപോളിമർ എന്ന് പറയാം. ഇതിൻ്റെ ഒരു പിന്നെ പ്രത്യേകത കൂടെ ഉണ്ട് കൈറ്റിന്. അപ്പം സെല്ലുലോസ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നേച്ചറിൽ ഏറ്റവും അബണ്ടന്റ് ആയിട്ടുള്ള ബയോപോളിമറാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. ഇതിന്റെ സിംഗിൾ ലാർജസ്റ്റ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിംപ് വേസ്റ്റ് തന്നെയാണ്. ഷ്രിംപ് വേസ്റ്റിൽ നിന്ന് തന്നെയാണ് നമ്മളിത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പം കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ നിർമ്മിക്കുന്നത് നമ്മൾ ഷ്രിംപിൻ്റെ ക്രാബ്സിൻ്റെയും മറ്റ് ക്രസ്റ്റേഷ്യൻസിൻ്റെയും ഷെൽ വേസ്റ്റുകളിൽ നിന്നാണ്. ഷെൽ വേസ്റ്റ് അതിൻ്റെ പുറന്തോടിൽ നിന്നാണ് നമ്മൾ നിർമ്മിക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ പ്രധാനമായിട്ടും കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ നിർമ്മിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിംപ് ഷെൽ വേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കൈറ്റിൻ എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകത വൈറ്റ് ഹാർഡ് ഇൻഇലാസ്റ്റിക് നൈട്രോജീനസ് പോളിസാക്കറൈഡ്സ് ആണ് ഇത്. പിന്നെന്താണ് സെല്ലുലോസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അബണ്ടന്റ് ആയിട്ടുള്ള ഒരു ബയോപോളിമറാണ്. പിന്നെന്താണ് ഇത് നിർമ്മിക്കുന്നതിൻ്റെ സിംഗിൾ ലാർജസ്റ്റ് നേരത്തെ പറഞ്ഞ ഷ്രിംപ് വേസ്റ്റിൽ നിന്നാണ്. അപ്പോൾ ഈ കൈറ്റിൻ ആൻഡ് കൈറ്റോസാൻ നിർമ്മിക്കുന്നത് എങ്ങനെയാണ്, കൈറ്റിൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്, കൈറ്റോസാൻ എങ്ങനെയാണ് അതിൽ നിന്നുണ്ടാകുന്നത്, ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തുവാണെന്ന് ചെയ്യും എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ്. നേരത്തെ പറഞ്ഞു ബൈ പ്രോഡക്ട്സുകളിൽ ലിസ്റ്റ് ചെയ്തതിനകത്ത് നമുക്ക് കൈറ്റിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്, കൈറ്റിൻ്റെ പ്രത്യേകതകളാണ് പറഞ്ഞത്. അപ്പോൾ കൈറ്റിനെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, കൈറ്റിനെ എങ്ങനെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നേരത്തെ പറഞ്ഞു നമ്മൾ കൈറ്റിൻ ഷ്രിംപ് വേസ്റ്റിൽ നിന്നാണ് ഉണ്ടാക്കുന്നത് അല്ലേ. നമ്മൾ ഷ്രിംപ് വേസ്റ്റ് ക്രാബിൻ്റെ ഷെൽ വേസ്റ്റ്, ഷ്രിംപിൻ്റെ ഷെൽ വേസ്റ്റ്, പിന്നെ മറ്റ് ക്രസ്റ്റേഷ്യനുകളുടെ ഷെൽ വേസ്റ്റ് ഉപയോഗിക്കാം നമ്മൾ.
ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് ഷ്രിംപ് ഷെൽ ബേസ്ഡ് ആണ് വ്യാപകമായിട്ട് ഇതിൻ്റെ കൈറ്റിൻ നിർമ്മാണത്തിന് കൈറ്റോസൻ നിർമ്മാണത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം കൈറ്റിൻ്റെ നിർമ്മാണം നമുക്ക് നോക്കാം. കൈറ്റിൻ്റെ നിർമ്മാണത്തിൽ പ്രധാനമായും 2 പ്രോസസ്സുകളാണുള്ളത്. ഷ്രിംപ് ബേസ്ഡാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കൈറ്റിൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന എന്താണ് റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് എന്താണ്? റോ മെറ്റീരിയൽ എന്ന് പറയുന്നതാണ് ഷെൽ ബേസ്ഡ്. ഷ്രിംപിൻ്റെ ഷെൽ ബേസ്ഡാണ് നമ്മൾ ഇതിൻ്റെ കൈറ്റിൻ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്നത്. ഈ ഷെൽ ബേസ്ഡ് 2 പ്രധാനപ്പെട്ട പ്രോസസ്സിലൂടെയാണ് കൈറ്റിൻ ആക്കി മാറ്റുന്നത്. ആ പ്രോസസ്സുകൾ ഏതൊക്കെയാണ്? ഡീമിനറലൈസേഷൻ ആൻഡ് ഡീപ്രോട്ടീനൈസേഷൻ. ഏതൊക്കെയാണ്? ഡീമിനറലൈസേഷൻ ആൻഡ് ഡീപ്രോട്ടീനൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മിനറൽ വിമുക്തമാക്കുക, എന്താണ്? പ്രോട്ടീൻ മുക്തമാക്കുക. എന്താണ്? മിനറൽ മുക്തമാക്കുക, പ്രോട്ടീൻ മുക്തമാക്കുക. അതാണ് മിനറൽസ് മാറ്റുക, അതിനകത്ത് നിന്ന് പ്രോട്ടീൻസും മാറ്റുക. എന്നീ 2 പ്രോസസ്സുകളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ പ്രോസസ്സുകൾ എങ്ങനെയാണ്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഡീമിനറലൈസേഷൻ ആൻഡ് ഡീപ്രോട്ടീനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന് ശേഷമാണ് നമുക്ക് കൈറ്റിൻ എന്ന് പറയുന്ന ഒരു ഉൽപ്പന്നം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഷ്രിംപ് ഷെൽ ബേസ്ഡ് സ്റ്റിർഡ് വിത്ത് ഡൈലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് 1.2 നോർമൽ 1.2 നോർമാലിറ്റി ഉള്ള ഡൈലൂട്ട് നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, മിനറൽ ആസിഡ് ആണ്. ഈ ആസിഡുമായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ സ്റ്റിർ ചെയ്യുന്നു, നന്നായിട്ട് ഇളക്കുന്നു. വലിയൊരു ടബിനകത്ത് വെച്ചിട്ട് ഇത് നമ്മൾ ഇളക്കുന്നു. ഈ ഷ്രിംപ് ബേസ്ഡ് എല്ലാം കൂടെ, ഷെൽ ബേസ്ഡ് എല്ലാം കൂടെ ഇത് ഏകദേശം 1 മുതൽ 2 മണിക്കൂറോളം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഷെൽ വേസ്റ്റുകൾ ഈ മിനറൽ ആസിഡുമായിട്ട് എന്ത് ചെയ്യുന്നു? സ്റ്റിർ. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഡീമിനറലൈസേഷന് വേണ്ടി. ഡീമിനറലൈസേഷൻ എന്നത് ഫസ്റ്റ് സ്റ്റെപ്പ്. കൈറ്റിൻ നിർമ്മാണത്തിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഡീമിനറലൈസേഷൻ ആണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് സ്റ്റിർഡ് വെൽ with dilute hydrochloric acid for 1 to 2 hours until it becomes soft. ഈ ഷെൽ വേസ്റ്റ് എല്ലാം നല്ല സോഫ്റ്റ് ആകും. നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആകുന്നത് വരെ എന്താണ് ഇത് എന്ത് ചെയ്യുന്നു? നന്നായിട്ട് ഇളക്കുന്നു. നന്നായിട്ട് സ്റ്റിർ ചെയ്യുന്നത്, നന്നായിട്ട് ഒരു ടബിലിട്ട് ഇളക്കുക. അപ്പോൾ അതിനുശേഷം നമ്മൾ എന്താണ്? ലിക്വിഡ് ഡീകാൻറ്റഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് പോർഷൻസ് എല്ലാം കളഞ്ഞതിന് ശേഷം റെസിഡ്യൂ എന്ന് പറഞ്ഞാൽ ഷെൽ മിനറൽസ് റിമൂവ് ആയ മിനറൽസ് എല്ലാം മാറ്റിയിട്ട് ഡീമിനറലൈസേഷന് ശേഷമുള്ള ആ ഷെല്ലിൻ്റെ ഭാഗങ്ങൾ എന്ത് ചെയ്യുന്നു? എടുക്കുന്നു. അതെടുത്തതിന് ശേഷം എടുത്തു മാറ്റിയതിന് ശേഷം ഇറ്റ് ഈസ് വാഷ്ഡ് വെൽ വിത്ത് വാട്ടർ. വെള്ളം ഉപയോഗിച്ച് നന്നായിട്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ മിനറൽ ആസിഡിലിട്ടാണ് ഈ പ്രോസസ്സ് ചെയ്തത്. ഈ മിനറൽ ആസിഡിൻ്റെ ചെറിയ ഇതും പോലും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ടു ഫ്രീ ഓഫ് മിനറൽ ആസിഡ്, അതായത് വാഷ്ഡ് വെൽ വിത്ത് വാട്ടർ ടു ഫ്രീ ഓഫ്. ഈ സ്റ്റെപ്പിൽ എന്താണ്? ടു ഫ്രീ ഓഫ് ആസിഡ് വിമുക്തമാക്കുക. ആസിഡ് മൊത്തം അതിനകത്ത് നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നന്നായിട്ട് വാഷിംഗ് സ്റ്റെപ്പ് ഈ ഒരു സ്റ്റേജിൽ ചെയ്യുന്നത്. എന്നിട്ട് എന്താണ്? ആ വാഷ് ചെയ്ത റെസിഡ്യൂ വാഷ് ചെയ്തതിന് ശേഷമുള്ള the entire mass is boiled with 5% sodium hydroxide. അപ്പോൾ ഈ സ്റ്റെപ്പാണ്, ഈ റെസിഡ്യൂ ബോയിൽഡ് വിത്ത് ഈ ഒരു സ്റ്റെപ്പാണ് എന്താണ്? ഡീപ്രോട്ടീനൈസേഷൻ എന്ന് പറയുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? ഡീമിനറലൈസേഷൻ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഡീപ്രോട്ടീനൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ്സ് ബോയിൽഡ് വിത്ത് 5% സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോർ 30 minutes. 30 മിനിറ്റ് നേരത്തേക്ക് എന്താണ്? 5% സോഡിയം ഹൈഡ്രോക്സൈഡിൽ എന്താണ്? ബോയിൽ ചെയ്യുന്നു, ചൂടാക്കുന്നു, തിളപ്പിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഡീപ്രോട്ടീനൈസേഷൻ. ഇതിനകത്ത് പ്രോട്ടീൻസ് ഭാഗമെല്ലാം മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതിനുശേഷം ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് വെള്ളമെല്ലാം ഊറ്റിക്കളയുന്നു. ഡ്രെയിൻ ചെയ്തതിന് ശേഷം ആൻഡ് വാഷ് വെൽ. ഇത് നന്നായിട്ട് വാഷ്. നമ്മൾ ഫസ്റ്റ് ഡീമിനറലൈസേഷനിൽ നമ്മൾ ഒന്ന് വാഷ് ചെയ്യുന്നതിനായിട്ട് ആ മിനറൽ ആസിഡിൻ്റെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇവിടെ വാഷ് ചെയ്യുന്നതിന് ടു റിമൂവ് ദി ആൽക്കലി എന്തെങ്കിലും ഉണ്ട്, ആൽക്കലിയുടെ ഭാഗങ്ങൾ എന്തെങ്കിലും ആൽക്കലി ഉണ്ടെങ്കിൽ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തിട്ട് ഞങ്ങൾ ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ എന്തിനാ? ഫിൽറ്റർ ഓഫ് ദ ലിക്വിഡ് എല്ലാം എന്താണ്? പിന്നെ ഡ്രെയിൻ ചെയ്യണം. ലിക്വിഡ് എല്ലാം ഫിൽറ്റർ ചെയ്ത് കളഞ്ഞതിന് ശേഷം ദ കണ്ടന്റ് എന്താണ്? ആ റെസിഡ്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇസ് കൈറ്റിൻ. അപ്പോൾ ഡീമിനറലൈസേഷൻ ആൻഡ് ഡീപ്രോട്ടീനൈസേഷൻ എന്ന പ്രോസസ്സിന് ശേഷം നമുക്ക് കിട്ടുന്ന ആ ഒരു പ്രോഡക്റ്റാണ് എന്താണ്? കൈറ്റിൻ എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞു എന്താണ്? ഇറ്റ്സ് എ വൈറ്റ് ഹാർഡ് ആൻഡ് ഇലാസ്റ്റിക് പ്രോഡക്റ്റ്. അതാണ് കൈറ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൈറ്റിൻ നമ്മൾ എന്താണ്?
വെയിലത്തിട്ടോ അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡ്രയറിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണക്കുന്നു. ഉണക്കിയതിന് ശേഷം എന്നിട്ട് പാക്ക് ചെയ്ത് ഉപയോഗിക്കുന്നു. അതാണ് കൈറ്റിൻ്റെ നിർമ്മാണം എന്ന് പറയുന്നത്. 2 സ്റ്റെപ്പുകളിലൂടെയാണ് കൈറ്റിൻ്റെ നിർമ്മാണം പോകുന്നത്. ഷെൽ വേസ്റ്റിൽ നിന്ന് ഡീമിനറലൈസേഷൻ ആൻഡ് ഡീപ്രോട്ടീനൈസേഷൻ പ്രോസസ്സിലൂടെയാണ്. എങ്ങനെയാണ് ഡീമിനറലൈസേഷൻ ചെയ്യുന്നത്, ഡീപ്രോട്ടീനൈസേഷൻ ചെയ്യുന്നതെന്ന് ഇവിടെ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സ്റ്റെപ്സിൽ. ഇനി ഇതിൽ നിന്ന് കൈറ്റോസാൻ എങ്ങനെയാണ് നമ്മൾ നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. കൈറ്റോസാൻ എങ്ങനെയാണ് ഇതിനകത്തുനിന്ന് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. കൈറ്റോസാൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കൈറ്റിൽ നിന്നാണ്. നമ്മൾ കൈറ്റിനെ ഡി അസറ്റൈലേഷൻ എന്ന പ്രോസസ്സിലൂടെയാണ് നമ്മൾ കൈറ്റോസാനായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഡി അസറ്റൈലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ആൽക്കലി, സോഡിയം ഹൈഡ്രോക്സൈഡോ അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് 60%, ദാറ്റ് മീൻസ് ഇത്തിരി വീര്യമുള്ള സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ഉപയോഗിച്ചിട്ടാണ്. അത് ഉപയോഗിച്ചിട്ട് എന്താണ് 90 മിനിറ്റത്തേക്ക് ബോയിൽ ചെയ്യുന്നു. എത്ര ഡിഗ്രി സെൽഷ്യസിലാണ്? 95 മുതൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയുള്ള താപനിലയിൽ ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ബോയിൽ ചെയ്യുന്നു. അപ്പോൾ ഈ ആൽക്കലി ആഡ് ചെയ്യേണ്ടത് 1:1 റേഷ്യോയിലാണ്. എത്ര ക്വാണ്ടിറ്റി കൈറ്റിനാണുള്ളത് അത്രയും ക്വാണ്ടിറ്റി, അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് ആഡ് ചെയ്യണം. അപ്പോൾ ഡി അസറ്റൈലേഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കലി 60% സോഡിയം ഹൈഡ്രോക്സൈഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് 1:1 റേഷ്യോയിൽ കൈറ്റിൻ എത്രയുണ്ടോ അതിനനുസരിച്ച് ആ ഒരു 1:1 റേഷ്യോയിൽ ആഡ് ചെയ്തിട്ട് 90 മിനിറ്റ് നേരത്തേക്ക് 95 മുതൽ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെ എന്താണ് ബോയിൽ ചെയ്യുന്നു. അതാണ് ഡി അസറ്റൈലേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്. അതിനുശേഷം നമുക്ക് ഈ ഡി അസറ്റൈലേഷൻ ശേഷം നമുക്ക് കൈറ്റോസാൻ എന്നുള്ള പ്രോഡക്റ്റാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം നമുക്കറിയാം ആ ഒരു റെസിഡ്യൂ ഇല്ല, നമുക്ക് കിട്ടുന്ന ഒരു കണ്ടന്റിന്റെ സോളിഡ് കണ്ടന്റിൽ എന്താണ് ധാരാളം ആൽക്കലി ഉണ്ടാകും. കാരണം 90 മിനിറ്റോളം ഈ ആൽക്കലിയുടെ റെസിഡ്യൂസ് ഇതിനകത്തുണ്ടാകും. അപ്പം പിന്നെ ഈ ആൽക്കലി എല്ലാം ഇതിനകത്തുനിന്ന് മാറ്റണം. ആൽക്കലി ഇത് ആദ്യം ഡ്രെയിൻ ചെയ്ത് മാറ്റുന്നു, ആദ്യം അരിച്ചു മാറ്റുന്നു. ഈ പിന്നെ ഈ എൻ്റെ മാസ് കളക്ട് ചെയ്തതിന് ശേഷം, ദാറ്റ് ഇസ് മീൻസ് റെസിഡ്യൂ എടുത്തതിന് ശേഷം എന്താണ് വാഷ് ടു വെൽ ടു റിമൂവ്. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ 1, 2, 3 തവണ എന്ത് ചെയ്യണം, റിപ്പീറ്റഡ് ആയിട്ട് വാഷ് ചെയ്യണം. വാഷ് ചെയ്ത് ഈ ആൽക്കലി എല്ലാം നമുക്ക് റിമൂവ് ചെയ്ത് കളയണം. ആൽക്കലിയുടെ ഒരു അംശം പോലും അതിനുണ്ടാകാത്ത രീതിയിൽ റിപ്പീറ്റഡ് ആയിട്ട് വാഷ് ചെയ്ത് നമ്മൾ ആൽക്കലി റിമൂവ് ചെയ്ത് കളയണം. അപ്പോൾ അങ്ങനെ നമ്മൾ ആൽക്കലി ഒക്കെ മാറ്റിയെടുത്തുള്ള ആ റെസിഡ്യൂ, സോളിഡ് കണ്ടന്റ് ആണ് എന്താണ് കൈറ്റോസാൻ എന്ന് പറയുന്നത്. ആ കൈറ്റോസാൻ ഡ്രൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺ ഡ്രൈയിങ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മെക്കാനിക്കൽ ഡ്രൈയിങ് ഉപയോഗിക്കാം. ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഉണക്കിയെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, നമ്മൾ എന്താണ് പോളിത്തീൻ ബാഗ്സിൽ ഇത് പാക്ക് ചെയ്ത് വെക്കുന്നു. അതാണ് കൈറ്റോസാൻ എന്ന് പറയുന്നത്. ഈ കൈറ്റോസാൻ്റെ കുറച്ച് യൂസസ് ആണ്, ഉപയോഗങ്ങളാണ്. ഗ്രോത്ത് പ്രൊമോട്ടർ, ഇറ്റ്സ് യൂസ്ഡ് ആസ് ഗ്രോത്ത് പ്രൊമോട്ടർ ഇൻ ആനിമൽ ആൻഡ് ബേർഡ്സ്. ആനിമൽസിൻ്റെ ബേർഡ്സിൻ്റെ ഫീഡ്സിൽ ഇത് ഉപയോഗിക്കുന്നത്. ഫീഡ്സിൽ ഇതിൻ്റെ ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് ഉപയോഗിക്കുന്നത് ആനിമൽസിൻ്റെ ബേർഡ്സിൻ്റെ. ഇറ്റ്സ് യൂസ്ഡ് ആനിമൽസ് ആൻഡ് ബേർഡ്സ് ഫീഡ്. ക്ലാരിഫൈങ് ഏജൻറ്റ് ഇൻ വൈൻ അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസസിൻ്റെ ക്ലാരിഫൈങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നു. പ്യൂരിഫിക്കേഷൻ ഓഫ് ഡ്രിങ്കിങ് വാട്ടറിൻ്റെ പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് ഓഫ് വേസ്റ്റ് വാട്ടർ ആൻഡ് സീവേജ്, വേസ്റ്റ് വാട്ടറിൻ്റെയും സീവേജിൻ്റെയൊക്കെ ട്രീറ്റ്മെൻറ്റിൽ നമ്മൾ എന്താണ് ഈ കൈറ്റോസാൻ ഉപയോഗിക്കുന്നത്. സൈസിങ് ഏജൻറ്റ് ഇൻ പേപ്പർ ആൻഡ് ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലും പേപ്പർ ഇൻഡസ്ട്രിയിലും സൈസിങ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി വൈഡ് യൂസ് ഇൻ ഫാർമസ്യൂട്ടിക്കൽസ്, മരുന്ന് നിർമ്മാണത്തിനും കോസ്മെറ്റിക്സ്, സൗന്ദര്യവർദ്ധക വസ്തുക്കളുടെ നിർമ്മാണത്തിനും വളരെ വൈഡായിട്ട് കൈറ്റോസാൻ ഉപയോഗിക്കുന്നുണ്ട്. വീണ്ടും ഷ്രിമ്പിൻ്റെ ഷെൽ വേസ്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കൺസ്യൂമബിൾ ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉൽപ്പന്നമാണ്, പ്രോട്ടീൻ കണ്ടന്റാണ്, പ്രോട്ടീൻ ധാരാളമായിട്ടുള്ള ഒരു ഉൽപ്പന്നമാണ് ഷ്രിംപ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. ഷെൽ വേസ്റ്റിൽ നിന്നാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പോൾ ഈ ഷെൽ വേസ്റ്റ് എന്ന് പറയുന്നത് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഷ്രിംപ് എക്സ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഈ ധാരാളമായിട്ട് പ്രീ പ്രോസസ്സിംഗ് സെൻറ്റേഴ്സ് നമ്മുടെ രാജ്യത്ത് ധാരാളമായിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഈ ചെമ്മീൻ പൊളിക്കൽ കേന്ദ്രങ്ങൾ എന്ന് പറയാം.
ഈ ചെമ്മീൻ പൊളിക്കൽ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഈ ഷെൽ വേസ്റ്റുകൾ ധാരാളമായിട്ട് കളയുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലം, ഇറ്റ്സ് പൊല്യൂഷൻ എന്ന് പറയാം. ഒരു മലിനീകരണം, ഒരു പരിസര മലിനീകരണം സൃഷ്ടിച്ചേക്കാവുന്ന ഒരു പ്രോസസ്സാണ് ഇത്. പ്രോസസ്സിംഗ് സെൻറ്റേഴ്സിൽ നിന്നൊക്കെ എടുത്ത് തോടുകളിലും നദികളിലും ഒക്കെ ഇട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയൊരു എൻവയോൺമെൻറ്റൽ പ്രോബ്ലം കൂടി ഉണ്ടാകും. അപ്പോൾ നമ്മൾ ഈ ഷെൽ വേസ്റ്റ് കളക്ട് ചെയ്യും. ഇതിനകത്ത് നിന്ന് കൈറ്റിൻ, കൈറ്റോസാൻ, ഈ പറഞ്ഞ പോലെ ഷ്രിംപ് എക്സ്ട്രാക്റ്റും ഒക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സിലേക്ക് കിടക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ തന്നെ നമുക്ക് തടയിടാൻ സാധിക്കും. അപ്പോൾ അതുകൂടെ ഇത് ലക്ഷ്യം വെക്കുന്നുണ്ട്. അപ്പം ഷെൽ വേസ്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉൽപ്പന്നമാണ് ഷ്രിംപ് എക്സ്ട്രാക്റ്റ് എന്ന് പറയുന്നത്. ഷ്രിംപിൻ്റെ ഷെൽ വേസ്റ്റിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നൊരു ഇതാണ്. അത് പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് എന്ന് പറയും. ഇറ്റ്സ് എ പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ്. ഇതൊരു പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് എന്ന് പറയാം. പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് എന്ന് പറയാം. ഇപ്പം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഷ്രിംപ് എക്സ്ട്രാക്റ്റിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോണിൻ്റെ ഷെൽ വേസ്റ്റ് എടുക്കുകയാണ്. അപ്പോൾ അത് കുറച്ചുകൂടെ ശ്രദ്ധാപൂർവമാണ് ചെയ്യേണ്ടത്. നമ്മളെന്താണ്, ഇറ്റ്സ് വാഷ്ഡ് വെൽ, നന്നായിട്ട് വാഷ് ചെയ്ത് നന്നായിട്ട് കഴുകി റിമൂവ് ദ ഡേർട്ട് ആൻഡ് സാൻഡ്. അഴുക്കും സാൻഡ് പാർട്ടിക്കിൾസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അഴുക്കുകളും എല്ലാം ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇത് ഷെൽ വേസ്റ്റ് വാഷ് ചെയ്യുന്നു. വാഷ് ചെയ്തതിന് ശേഷം നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ ഇതിലെ പോയ ഇതിൽ പഠിച്ചിട്ടുണ്ട് ഡീപ്രോട്ടീനൈസേഷൻ. അതായത് കൈറ്റിൻ നിർമ്മാണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് ഡീപ്രോട്ടീനൈസേഷൻ, പ്രോട്ടീൻ റിമൂവ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മൾ കണ്ട ആൽക്കലിയുമായിട്ടുള്ള ഒരു ബോയിലിംഗ്, ഒരു ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ അവിടെ ചെയ്തത്. ഇവിടെ ദ സെയിം പ്രോസസ് തന്നെയാണ്. ഇറ്റ്സ് ബോയിൽഡ് വിത്ത് 3% സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോർ 30 minutes. പ്രോസസ്സിൻ്റെ ഒരു സമയത്തിലും കോൺസെൻട്രേഷനിലും ചെറിയ വ്യത്യാസമുണ്ടെന്ന് മാത്രം. ഇറ്റ്സ് ബോയിൽഡ് വിത്ത് 3% സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് 3% സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആൽക്കലിയിൽ എന്ത് ചെയ്യുന്നു, 30 മിനിറ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ബോയിൽ ചെയ്യുന്നു. ഇതിന് വേണ്ടിയിട്ടാണ് പ്രോട്ടീൻസ് നമുക്ക് അതിനകത്ത് നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇറ്റ്സ് ഫിൽറ്റർ ചെയ്യുന്നു. ഫിൽറ്റർ ചെയ്തിട്ട് എന്താണ്, ദ ഫിൽട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിൽറ്റർ ചെയ്ത് കണ്ടന്റ് മുകളിലുണ്ടാകും. അതിനകത്ത് പുറത്തേക്ക് വന്ന ഫിൽറ്റർ ചെയ്തതിനു ശേഷം അതിനകത്ത് നിന്ന് ഊർന്നിറങ്ങിയ ലിക്വിഡാണ്, ഇതാണ് ഫിൽട്രേറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഫിൽട്രേറ്റ് ഈസ് ന്യൂട്രലൈസ്ഡ് വിത്ത് അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് ഉപയോഗിച്ചിട്ട്, വിനാഗിരി ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ന്യൂട്രലൈസ് ചെയ്യുന്നു. എന്താണ്, ഇറ്റ്സ് സോഡിയം ഹൈഡ്രോക്സൈഡ് എന്നുള്ള ആൽക്കലിയാണ് അവിടെ മെയിൻ കണ്ടന്റായിട്ട് ഉപയോഗിച്ചത്. എന്താണ്, അസറ്റിക് ആസിഡ് ഉപയോഗിച്ചിട്ട് ന്യൂട്രലൈസ് ചെയ്യുന്നു. ന്യൂട്രലൈസ് ചെയ്തതിനു ശേഷം വീണ്ടും ദ ഫിൽട്രേറ്റ് ഈസ് കോൺസെൻട്രേറ്റ് ടു സെമി സോളിഡ് മാസ്. ഈ ഫിൽട്രേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺസെൻട്രേറ്റ് ചെയ്തെടുക്കുന്നത് അതിൻ്റെ വാട്ടർ കണ്ടന്റ് കുറച്ച് കൊണ്ടുവന്നിട്ട് എന്താണ്, ഒരു സെമി സോളിഡ് മാസ് ആക്കി എടുക്കുന്നു. സെമി സോളിഡ് ആയിട്ടുള്ള ഒരു മാസ്സായിട്ട്, ലിക്വിഡ് അല്ല, എന്നാൽ ഒരു സെമി സോളിഡ്, പേസ്റ്റ് രൂപത്തിലുള്ളൊരു മാസ്സാക്കി എടുക്കുന്നു. അതാണ് ഷ്രിംപ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത്. കണ്ടെയ്ൻ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ളൊരു ഷ്രിംപ് എക്സ്ട്രാക്ട് എന്ന് പറയാം അതിനെ. ഇറ്റ് ഈസ് പാക്ഡ് ഇൻ പോളിത്തീൻ ബാഗ്സിലാണ് ഇത് പാക്ക് ചെയ്യുന്നത്. ഇത് നീഡ് ഫ്രോസൺ സ്റ്റോറേജ്, എന്താണ്, ഫ്രീസ് ചെയ്ത് നമ്മൾ വെക്കുന്ന ഒരു ഉൽപ്പന്നമാണിത്. നമ്മൾ ഫ്രോസൺ സ്റ്റോറേജ് ഇതിന് അത്യാവശ്യമാണ്, അല്ലെങ്കിൽ ഇത് ചീത്തയായി പോകും. അപ്പം നമ്മൾ പഠിച്ചത് എന്താണ്, ഇപ്പോൾ കണ്ടത് എന്താണ്, ഷ്രിംപിൻ്റെ ഷെൽ വേസ്റ്റിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന വേറൊരു ഉൽപ്പന്നമാണ് നമ്മളിവിടെ പഠിച്ചത്. ഷ്രിംപ് എക്സ്ട്രാക്ട് എന്ന് പറയുന്നത് ഇറ്റ്സ് പ്രോട്ടീൻ കോൺസെൻട്രേറ്റ് ആണ്. ഇവിടെ മെയിൻ റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷ്രിംപിൻ്റെ ഷെൽ വേസ്റ്റ് ആണ്. ഷെൽ വേസ്റ്റിൽ നിന്ന് നമ്മൾ പ്രോട്ടീൻ എടുക്കാൻ വേണ്ടിയിട്ട് ആൽക്കലിയുമായിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. ഇറ്റ്സ് ബോയിലിംഗ് വിത്ത് ആൻ ആൽക്കലി. ഇവിടെ 3% സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് 30 മിനിറ്റ് ബോയിൽ ചെയ്താണ് ഇതെന്താണ് പ്രോട്ടീൻസ് എടുക്കുന്നത്. പ്രോട്ടീൻസ് എടുത്തു കഴിഞ്ഞാൽ ഫിൽറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഫിൽട്രേറ്റ് എന്താണ്, അസറ്റിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് ന്യൂട്രലൈസ് ചെയ്യുന്നു. ആൽക്കലിയുടെ ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അസറ്റിക് ആസിഡ് ഉപയോഗിക്കുന്നു. എന്നിട്ട് വീണ്ടും ഫിൽട്രേറ്റ് ഈസ് കോൺസെൻട്രേറ്റ് ചെയ്ത് എടുത്തിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വാട്ടർ കണ്ടൻസ് എല്ലാം റിമൂവ് ചെയ്തതിനു ശേഷം ഒരു സെമി സോളിഡ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ദാറ്റ്സ് പാക്ഡ് ഇൻ എ പോളിത്തീൻ ബാഗിൽ പാക്ക് ചെയ്യുന്നു. ദാറ്റ്സ് സ്റ്റോർ ഇൻ ഫ്രോസൺ കണ്ടീഷൻ, ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കുന്നു.